ഈ വാങ്ങുന്ന ആള് 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് ഈ പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരു TDS കട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആരാണോ വിൽക്കുന്നത് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കാൻ ഒരു 1% എന്ത് ചെയ്യണം, TDS കട്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ TDS സർക്കാരിന് അടക്കണം, ബാക്കി 99% സെല്ലർക്ക് കൊടുക്കണം പേയ്മെന്റ്. രണ്ടാമത്തെ കാര്യം, 2 ലക്ഷം രൂപക്ക് മുകളിലുള്ള പണമിടപാടാണെങ്കിൽ അത് ക്യാഷിൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ടാക്സ് അടുത്ത ജൂലൈയിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കണക്കിൽ കാണിക്കുകയും അത് ടാക്സ് അടക്കുകയും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിറ്റ വില മൈനസ് വാങ്ങിയ വില ലാഭം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇൻഡെക്സ് ചെയ്യേണ്ട കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ടാക്സ് ഒഴിവാക്കാൻ, ഇങ്ങനെ ബിൽഡിങ്, സ്ഥലം, വീട്, ഫ്ലാറ്റും ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് ഒഴിവാക്കാൻ എന്താണ് മെച്ചമുള്ളത്? രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള 2 വഴികളാണുള്ളത്. ഒന്ന്, നമ്മൾ വിൽക്കുന്നത് ഒരു വീടാണെങ്കിൽ, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു വീടും സ്ഥലവും ആണെങ്കിൽ, നമ്മളൊരു പുതിയൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പുതിയൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വിറ്റിട്ട് 3 വർഷത്തിനുള്ളിലോ, പുതിയ വീട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിത് വിറ്റിട്ട് 2 വർഷത്തിനുള്ളിലോ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലാഭം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിൽക്കുന്നത് വീടല്ല, വെറും സ്ഥലമാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, അങ്ങനെ വല്ലതും ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് സെക്ഷൻ 54F എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഇങ്ങനെ വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് കിട്ടും? ഈ കിട്ടുന്ന ലാഭം ടാക്സ് അടക്കാതെ എക്സംഷൻ ക്ലെയിം ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 വകുപ്പുകൾ, വീട് വിറ്റിട്ട് വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 54 എന്ന് പറയുന്ന വകുപ്പിൽ ഒരു എക്സംഷൻ കിട്ടും. വീടല്ലാത്ത വേറെ എന്തെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ലാഭം നമ്മൾ വീട്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 54F പ്രകാരമുള്ള എക്സംഷൻ കിട്ടും. ഇതും കഴിച്ചിട്ടുള്ള ലാഭം വല്ലതും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആകെ തുക. അപ്പോൾ ഇവിടെ ആകെയുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് വരുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഞാൻ ഇൻഡെക്സ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇൻഡെക്സ് ചെയ്തിട്ടോ ഇൻഡെക്സ് ചെയ്യാണ്ടോ എന്ത് ചെയ്യാം? ലാഭം കണ്ടുപിടിക്കാം. ഇൻഡെക്സ് ചെയ്തിട്ടാണ് ലാഭം കണ്ടുപിടിക്കുന്നതെങ്കിൽ 12.5% അല്ല ടാക്സ്, 20%. ഇൻഡെക്സ് ചെയ്യാണ്ടാണ് ലാഭം കണ്ടുപിടിക്കുന്നതെങ്കിൽ 12.5% ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇതിൽ പല ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അത് ഡേറ്റ് കൂടി ഓർമ്മിക്കുക. ഈ പറഞ്ഞ 12.5% 20% ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ആകെ അധികാരമുള്ള ആരാന്ന് ചോദിച്ചാൽ 2024 ജൂലൈ 23 മുമ്പ് വാങ്ങിച്ച പ്രോപ്പർട്ടി ആയിരിക്കണം.